ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തെക്കൻ. തൊണ്ടവേദന ആയതുകൊണ്ട് തന്നെ വോയിസ് കൊടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പച്ചരി കൊണ്ട് കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ബിരിയാണി ഉണ്ടാക്കണമെന്നൊന്നും ഒട്ടും പ്രതീക്ഷിച്ചതല്ല കേട്ടോ. അപ്പോൾ ചിക്കൻ എടുത്തിട്ട് വന്നപ്പോൾ കറി വയ്ക്കാൻ നേരം കുട്ടികളിങ്ങനെ ബിരിയാണി കഴിക്കുന്ന വർത്താനമൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം നമുക്ക് ഈ മാസം റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരി നല്ല അടിപൊളി പച്ചരി ആയിരുന്നു കേട്ടോ. അപ്പം എന്നാൽ കുറച്ച് അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി കുറച്ച് ചിക്കൻ പീസൊക്കെ എടുത്ത് അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതും ചിക്കൻ ഒന്ന് പൊരിച്ചെടുത്തു കേട്ടോ. ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇപ്പം ഞാനൊരു 4 ഗ്ലാസ് പച്ചരി വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ 4 ഗ്ലാസ് പച്ചരിക്ക് ഞാൻ 7 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൂട്ട് ബിരിയാണി വെക്കുമ്പോൾ തന്നെ ചിക്കൻ ഗ്രേവിയിൽ നിന്നൊക്കെ ഇറങ്ങിയ വെള്ളം അതിലുണ്ടാകും. അതുകൊണ്ട് തന്നെ 1 ഗ്ലാസ് വെള്ളം കുറച്ചാണ് വെക്കുന്നത്. അപ്പോൾ ഇത് നല്ല പച്ചരിയാണ് കേട്ടോ. നമുക്ക് ഒരു കരടോ അങ്ങനെയൊന്നുമില്ല. നല്ല കളറുള്ള നല്ല അടിപൊളി പച്ചരിയായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ പൊരിച്ച എണ്ണ ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കായി അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു 4 സബോളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 4 ഗ്ലാസ് അരി പറഞ്ഞാൽ കറക്റ്റ് 1 കിലോ അരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. 4 ഗ്ലാസ് അരി അത് കറക്റ്റ് 1 കിലോൻ്റെ അളവാണ്. അപ്പോൾ ഒരു 4 തക്കാളി ഞാൻ മിക്സിൻ്റെ ജാറിൽ നല്ലപോലെ അടിച്ച് പേസ്റ്റാക്കിയിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 3 പച്ചമുളകും കൂടി ചതച്ചത് ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതൊക്കെ ഒന്ന് പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം ഈ അടിച്ച് വെച്ച തക്കാളി ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ പൊരിച്ചിട്ടൊക്കെയാണ് ബിരിയാണി വെക്കുന്നതെങ്കിൽ തക്കാളി ഇതുപോലെ ജ്യൂസാക്കി ഒഴിക്കുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ ഒന്ന് ഗ്രേവിയൊക്കെ ഒന്ന് ലൂസായി കിട്ടും. പിന്നെ കുറച്ച് ലേശം മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി അതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് തൈരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ചിക്കൻ പീസ് അതിലിട്ടിട്ട് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് പൊരിക്കുമ്പോൾ ഒരുപാട് നേരം മൊരിയിച്ചിട്ടൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരി മാറ്റിയതാണ് കേട്ടോ. എന്നിട്ട് ഞാനിത് 4 ഗ്ലാസ് അരിക്ക് 7 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം വെട്ടിത്തിളച്ചതും അരിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയം അതൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ചെറുനാരങ്ങ നീരൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അതൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണേ. ലൈക്ക് അടിക്കാൻ ആരും മറന്നു പോകരുത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ ബിരിയാണി ദമ്മൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ നല്ല ഒട്ടിപ്പിടിക്കാത്ത നല്ല അടിപൊളിയായിട്ടുള്ള ചോറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്.